യെസ്, ന്യൂസ് മോർണിംഗിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ചണ്ഡീഗഡിലേക്ക് പോവുകയാണ്. അവിടെ CPIയുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ന്യൂസ് മോർണിംഗിൽ എടുത്തിരുന്നു. ഇതുവരെ എടുത്തിട്ടില്ല, പക്ഷേ ഒന്ന് പോകേണ്ട സമയമായി. അതെ, 25ാം പാർട്ടി കോൺഗ്രസ് ആണ് ചണ്ഡീഗഡിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിന്റെ 2ാം ദിവസമായി ഇന്ന് രാഷ്ട്രീയ പ്രമേയത്തിലും സംഘടനാ റിപ്പോർട്ടിലുമാണ് ചർച്ചകൾ നടക്കുക. ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് 75 വയസ്സ് പ്രായപരിധി പിന്നിട്ടതിനാൽ മാറ്റം വേണമെന്ന നിലപാടിൽ കേരള ഘടകത്തിലെ നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. വിവരങ്ങൾ നൽകുന്നത് സജു തോമസ് ആണ്. സജു, എന്തായാലും പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുന്നു, 2ാം ദിനത്തിലേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ടും ഇന്നലെ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ വിമർശനങ്ങളൊക്കെ ചർച്ചയായതാണ്. ഇന്നിപ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കുക? ഒപ്പം തന്നെ ഡി രാജ മാറുമെന്നുള്ള കാര്യത്തിൽ ഏകദേശ ഉറപ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? കേരള നേതാക്കളുടെ നിലപാട്? ജിൽസി സൈഫുദ്ദീൻ എന്തായാലും 25ാം പാർട്ടി കോൺഗ്രസാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ പുരോഗമിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ഈ സംഘടന റിപ്പോർട്ടുമേലുള്ള ചർച്ചകളാണ് പ്രധാനമായിട്ടും ഇന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടിയിൽ മുരടിപ്പുണ്ടെന്നും സ്ത്രീകളെ തഴയുന്നതും ചിലർ പാർട്ടി ബന്ധങ്ങൾ അല്ലെങ്കിൽ പാർട്ടി ബന്ധം ഉപയോഗിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയാണെന്നുമുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഇതൊക്കെയും ചർച്ചയാവാനാണ് സാധ്യത. ഇന്നിപ്പോൾ സംഘടന റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പാർട്ടി പ്രവർത്തകരെ സാങ്കേതിക വിദ്യ പഠിപ്പിക്കണം എന്നുള്ള ആവശ്യങ്ങളടക്കം സംഘടന റിപ്പോർട്ടിൽ ഊന്നിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് 75 വയസ്സ് പിന്നിടുന്നവർ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃപദവികളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ആവശ്യമൊക്കെയും ശക്തമായിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2018 കേരളത്തിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് സുധാകർ റെഡ്ഡി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആ സമയം മുതലാണ് 75 വയസ്സ് ജനറൽ സെക്രട്ടറിമാർക്കും സംസ്ഥാന സെക്രട്ടറിമാർക്ക് 65 വയസ്സ് എന്ന പ്രായപരിധി അത് കൃത്യമായി പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൊണ്ടുവരികയും അതനുസരിച്ചാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നടപ്പാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. പക്ഷേ ഇപ്പോൾ ഡി രാജ, ഇപ്പോൾ നിലവിലെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡി രാജ, അദ്ദേഹത്തിന് 75 വയസ്സ് പിന്നിട്ട് അദ്ദേഹത്തിന് 76 തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മാറി നിൽക്കണമെന്നുള്ള ആവശ്യം പ്രധാനമായിട്ടും കേരളത്തിലെ നേതാക്കളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്ര, കർണാടക അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിലെ നേതാക്കൾ തയ്യാറാകുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ നിന്നുള്ള ചില നേതാക്കന്മാർക്ക് ഇപ്പോൾ 75 ആവുകയാണ്. അപ്പോൾ ഈ നേതാക്കന്മാരെയും തഴയപ്പെടും എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നതിനാണ് ഡി രാജ തുടരണം എന്നുള്ള ആവശ്യം അവർ മുൻപോട്ട് വരുന്നത്. പക്ഷേ കേരള നേതൃത്വം പറയുന്നത് പ്രായപരിധി എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ട് പാലിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പ്രധാനമായിട്ടും നടക്കേണ്ടത്. യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് യുവാക്കളെ തഴഞ്ഞുകൊണ്ട്, യുവാക്കളെയും സ്ത്രീകളെയും തഴഞ്ഞുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന്മേലുള്ള വലിയ വിമർശനങ്ങളും പ്രത്യേകിച്ച് സംഘടനാ റിപ്പോർട്ടും അടക്കം വലിയ വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ ഡി രാജ മാറി നിൽക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് കേരളത്തിലെ നേതാക്കളൊക്കെയും പങ്കുവെക്കുന്നത്. അതനുസരിച്ചുള്ള ചർച്ചകൾ തന്നെയാകും ഇന്നിപ്പോൾ പുരോഗമിക്കുക. 25ാം തീയതി വരെയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. മറ്റന്നാളായിരിക്കും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാവുക. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഡി രാജ മാറുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ചർച്ചയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പി സന്തോഷ് കുമാർ MP പരിഗണിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാനാവുന്ന ഒരു വാർത്തയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറാണ്. പ്രത്യേകിച്ച് പാർട്ടിയുടെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടികൾക്കും ചുമതല വഹിക്കുന്ന അദ്ദേഹം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ശരി സജു, എന്തായാലും ഈ പാർട്ടി തീരുമാനം എന്ന് പറയുമ്പോൾ ഈ 75 വയസ്സ് പ്രായപരിധിയിൽ കേരള നേതാക്കൾ വലിയ സ്ട്രിക്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാര്യം CPIയിൽ രാജഭരണം തുടരുമോ ഇല്ലയെന്ന് മറ്റന്നാളോടുകൂടി അറിയാം.